മഹാപ്രളയം കഴിഞ്ഞ് 6 വർഷം പിന്നിടുമ്പോഴും എങ്ങുമെത്താതെ റീബിൽഡ് കേരള പദ്ധതി 4785 കോടി ചിലവഴിച്ചിട്ടും പൂർത്തിയായത് 28 പദ്ധതികൾ മാത്രം, ഇഴഞ്ഞു നീങ്ങുന്നത് 82 പദ്ധതികൾ. ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, നമുക്കറിയാം കേരളത്തെ ആകെ ഉലച്ചുകളഞ്ഞ ആ മഹാപ്രളയം നടന്ന 6 വർഷം പിന്നിടുമ്പോഴും റീബിൽഡ് കേരള പദ്ധതി മാത്രം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയാണ് അന്ന് റീബിൽഡ് കേരളയിലേക്ക് സ്പോൺസർഷിപ്പ് അടക്കം ധാരാളം സാധാരണക്കാരടക്കം നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ 4785 കോടി ചിലവഴിച്ചിട്ടും പൂർത്തിയായത് 28 പദ്ധതികൾ മാത്രം എന്നാണ് വിവരാവകാശ രേഖകൾ നൽകുന്ന സൂചന. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പ്രശാന്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്? രോഹിണി, 2018 മഹാപ്രളയം സംഭവിക്കുന്നത്. വീടുകളും റോഡുകളും അടക്കം നശിച്ച് ഇല്ലാതാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിരവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ദിവസങ്ങളോളം കഴിയുന്ന അല്ലെങ്കിൽ മാസങ്ങളോളം കഴിയുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. അങ്ങനെ ഒരു 4 ജില്ലയെ ഒന്നാകെ പൂർണ്ണമായി ബാധിക്കുകയും മറ്റു ജില്ലകളെ ഭാഗികമായി ബാധിക്കുകയും ഒക്കെ ചെയ്ത മഹാപ്രളയം വന്നു പോയതിനു ശേഷമാണ് സർക്കാർ ഒരു പുതിയ കേരളം പടുത്തുയർത്തുക അല്ലെങ്കിൽ ഒരു പുതിയ കേരളം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. ആ പദ്ധതിക്കായി വലിയ രീതിയിൽ ഇതിൻ്റെ സാലറി ചലഞ്ച് ഉൾപ്പെടെയുള്ളവ നടത്തിക്കൊണ്ട് ധനസമാഹരണം നടത്തുകയും ചെയ്തു. അങ്ങനെ ധനസമാഹരണം നടത്തി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും അതിനുശേഷമാണ് ഇപ്പോൾ ഈ 6 വർഷം പിന്നിടുമ്പോഴാണ് ഇതിൽ എങ്ങും എത്താതായി കിടക്കുന്നു എന്ന വിവരം വിവരാവകാശ രേഖ വഴി നമുക്ക് ലഭിക്കുന്നത്. ആസൂത്രണകാര്യ സാമ്പത്തിക വകുപ്പ് നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിൽ നിന്നാണ് ഇതെല്ലാം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റീബിൽഡ് കേരള എന്ന രീതിയിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചാണ് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. ഇതിൽ തുടക്കത്തിൽ തന്നെ നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഈ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആക്ഷേപങ്ങൾ അടക്കം ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ സാലറി ചലഞ്ച് അടക്കമുള്ള വിഷയങ്ങളെല്ലാം നിലനിൽക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ ധനസമാഹരണം നടത്തിയ ഒരു പുതിയ കേരളം പടുത്തുയർത്തുന്നതിൻ്റെ ഭാഗമായി സർക്കാർ മുന്നോട്ട് പോയതാണ്. എന്നാൽ അങ്ങനെ മുന്നോട്ട് പോയ സർക്കാരിൻ്റെ 6 വർഷം പിന്നിടുമ്പോഴും ആ പദ്ധതികളിൽ 28 എണ്ണം മാത്രമാണ് പൂർത്തിയായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം 8682 കോടി രൂപ പ്രാഥമികമായി വകയിരുത്തിക്കൊണ്ടായിരുന്നു ഈ പദ്ധതികളുമായി മുന്നോട്ട് പോയത്. 110 പദ്ധതികൾ, വിവിധ വകുപ്പുകൾക്ക് കീഴിലുള്ള 110 പദ്ധതിയായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടത്. അങ്ങനെ പോയതിൽ അതിന്റെ അടിസ്ഥാനത്തിൽ 4000